ഇന്ന് ഓഗസ്റ്റ് 12 ചിങ്ങം 27 കർക്കിടക വാവുബലി ദിവസം. സമയം രാവിലെ 4 മണി. തിരുവല്ലത്താണ് ബലിയിടാൻ പോകുന്നത്. വണ്ടിക്ക് കുറച്ച് പെട്രോൾ അടിച്ചു. വീണ്ടും അവിടെ നിന്ന് യാത്ര തിരിച്ചു. 4 മണിയായിട്ട് തന്നെ റോഡിൽ തിരക്കൊന്നുമില്ല. പാറശാല വഴി നേരെ ബൈപ്പാസ് കയറി ഹൈവേയിലും തിരക്കൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ തിരക്ക് നോക്കണ്ട, ക്ഷേത്രത്തിൻ്റെ അവിടെ നല്ല തിരക്കുണ്ടാവും. അങ്ങനെ വണ്ടി പാർക്ക് ചെയ്തിട്ട് പതുക്കെ അമ്പലത്തിൻ്റെ അങ്ങോട്ട് നടന്നു. നടക്കുമ്പോൾ തന്നെ കാണാം നല്ല തിരക്കുണ്ട് അവിടെ. നേരത്തെ തന്നെ ഓൺലൈൻ വഴി ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് അതിൻ്റെ കൗണ്ടർ എവിടെയാണെന്ന് ചോദിച്ച് നേരെ അങ്ങോട്ട് ചെന്നു. അവിടെ ഓൺലൈൻ ടിക്കറ്റ് കാണിക്കണം, സ്കാൻ ചെയ്തിട്ട് ആ ബലി നടക്കുന്ന സ്ഥലത്തേക്ക് കയറാം. ഇത് ചെയ്തുകൊണ്ട് തന്നെ ക്യൂ നിൽക്കാതെ രക്ഷപ്പെട്ടു. അവിടെയും നല്ല തിരക്കുണ്ട്. പക്ഷേ എല്ലാവരും ഓൺലൈനിൽ ചെയ്തു വന്നുകൊണ്ട് ഈ ഒരു കൗണ്ടറിൻ്റെ അവിടെ മാത്രം തിക്കും തിരക്കുമില്ലാതെ സുഖമായി തന്നെ ബലിയിടുവാൻ സാധിച്ചു. ഏകദേശം 25,000 പേർ തിരുവല്ലത്ത് ബലിയിടാൻ വരും എന്നാണ് ദേവസ്വം ബോർഡ് കണക്കാക്കി സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അവസാന കർമ്മങ്ങളൊക്കെ തിരുവല്ലത്തായിരുന്നു ചെയ്തത്. അതുകൊണ്ട് പരമാവധി വാവുബലിക്ക് തിരുവല്ലത്ത് തന്നെ ബലിയിടാൻ ശ്രമിക്കാറുണ്ട്. പറ്റുമ്പോഴൊക്കെ ഇവിടെ തന്നെയാണ് ബലിയിടാറ്. പൂവ് ഇരിക്കുന്ന ഇലയിലോട്ട് നോക്കുക. അതിനകത്ത് ദർഭ ഉണ്ടാവണം, പൂവുണ്ടാവണം, ചന്ദനം, എള്ള്, പവിത്രം, ഇത്രയും സാധനങ്ങൾ ഉണ്ടാവണം. ചോറിരിക്കുന്ന ഇലയിൽ ചോറും പഴവും ഉണ്ടാവണം. പൂവിരിക്കുന്ന ഇലയില് ദർഭ, പവിത്രം, പൂവ്, എള്ള്, ചന്ദനം. മോതിരവിരൽ അണിയുക. തീർത്ഥം അല്പം മാത്രമേ എടുക്കാവൂ, അവസാനം വരെ ആവശ്യമുള്ളതാണ്. അടുത്തോട്ട് മാക്സിമം അടുത്തോട്ട് വയ്ക്കുക. അപ്പൊ ചെയ്യാൻ എളുപ്പമുണ്ടാവും. അല്പം ചന്ദനം, എള്ള് എന്നിവ കിണ്ടിക്കകത്തേക്ക് ഇടുക. 2 കൈകൾ കൊണ്ടും കിണ്ടി അടച്ചു പിടിക്കുക. ഒരു കൈക്ക് മുകളിലായി വേറെ കൈ വെച്ച് 2 കൈ കൊണ്ടും അടച്ചു പിടിച്ച് ഏറ്റു പറയുക. ഓം ഗംഗായേ നമഃ. ഓം ഗംഗേ ച ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം ഗുരു. ആകാശഗംഗ കൊണ്ടും 7 തീർത്ഥങ്ങൾ കൊണ്ടും മാനസ സങ്കൽപ്പ പിതൃതീർത്ഥം കൽപ്പയാമി. കിണ്ടിയുടെ വാലിൽ നിന്ന് അല്പം തീർത്ഥം എടുത്ത് കിണ്ടിക്കകത്തേക്ക് ഒഴിക്കുക. കിണ്ടി ഒന്ന് അല്പം മുകളിലേക്ക് ഉയർത്തി താഴെ വെക്കുക. കിണ്ടിക്കകത്ത് വലത് കൈയിലെ മോതിര വിരൽ കൊണ്ട് ഓം എന്ന് എഴുതുക. കിണ്ടിക്കകത്ത് തീർത്ഥത്തിന് ഓം എന്ന് എഴുതുക. അല്പം തീർത്ഥമെടുത്ത് ദേഹത്ത് കളിക്കുക. ദേഹശുദ്ധി സമർപ്പയാമി. അല്പം കൂടി തീർത്ഥമെടുത്ത് നമ്മൾ ക്ഷേത്രപിണ്ഡം സമർപ്പിക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടെ തളിച്ച് ശുദ്ധിയാക്കുക, തളിച്ച് മെഴുകുക. അല്പം തീർത്ഥമെടുത്ത് മുന്നിലായി ക്ഷേത്രപിണ്ഡം സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തളിച്ച് ശുദ്ധിയാക്കുക, തളിച്ച് മെഴുകുക. പൂവിരിക്കുന്ന ഇലയിൽ ദർഭയുണ്ട്. ആ ദർഭ എല്ലാം എടുക്കുക. പൂവിരിക്കുന്ന ഇലയിലുള്ള ദർഭ എല്ലാം എടുക്കുക. ഒരു പൂവ്, അല്പ ചന്ദനം, എള്ള്, തീർത്ഥം എന്നിവ അതിനോട് ചേർക്കുക. ഒരു പൂവ്, അല്പ ചന്ദനം, എള്ള്, തീർത്ഥം എന്നിവ അതിനോട് ചേർത്ത് വലത് കൈയിൽ പിടിച്ച് നെഞ്ചോട് ചേർത്ത് ആർക്ക് വേണ്ടിയാണോ കർമ്മം ചെയ്യുന്നത് ആ പിതൃവിനെയും ബാക്കി മൺമറഞ്ഞു പോയ എല്ലാ കാരണവന്മാരെയും കുടുംബ പിതൃക്കളെയും നന്നായി സ്മരിക്കുക. ഏറ്റു പറയുക. ഓം നമോ നാരായണായ. ഓം ശ്രീ ബ്രഹ്മദേവായ നമഃ. ഓം മഹാദേവായ നമഃ. എന്റെ കുടുംബവശാൽ
സ്വർഗാരോഹണം പ്രാപിച്ചു പോയ സകല പിതൃക്കളെയും ആവാഹിച്ചിരുത്തുന്നതിനുള്ള പീഠം സമർപ്പയാമി. മുഖത്ത് 3 പ്രാവശ്യം ഒഴിഞ്ഞ് നേരത്തെ നമ്മൾ തളിച്ചു മെഴുകി ശുദ്ധിയാക്കി വെച്ചിരിക്കുന്ന അവിടെ വയ്ക്കുക. നേരത്തെ തളിച്ചു മെഴുകിയ സ്ഥലത്ത് വയ്ക്കുക. അവിടെ തൊട്ട് വന്നിക്കുക. പീഠവന്ദനം സമർപ്പയാമി. അല്പം തീർത്ഥമെടുത്ത് 3 പ്രാവശ്യം കൊടുക്കുക. ഗംഗാഭിഷേകം സമർപ്പയാമി. അല്പം തീർത്ഥമെടുത്ത് ദർഭയിലോട്ട് 3 പ്രാവശ്യം കൊടുക്കുക. ഗംഗാഭിഷേകം സമർപ്പയാമി. അല്പ ചന്ദനം എടുത്ത് തീർത്ഥം കൂട്ടിച്ചേർത്ത് ദർഭയിലോട്ട് 3 പ്രാവശ്യം കൊടുക്കുക. ഗന്ധാഭിഷേകം സമർപ്പയാമി. അല്പ എള്ളെടുത്ത് തീർത്ഥം കൂട്ടിച്ചേർത്ത് 3 പ്രാവശ്യം കൊടുക്കുക. തിലാഭിഷേകം സമർപ്പയാമി. ഒരു പൂവെടുത്ത് 1 പ്രാവശ്യം കൊടുക്കുക. കുസുമാഭിഷേകം സമർപ്പയാമി. ഒരു പൂവെടുത്ത് 1 പ്രാവശ്യം കൊടുക്കുക. കുസുമാഭിഷേകം. ഒരു പൂവ്, അല്പചന്ദനം, എള്ള്, തീർത്ഥം എന്നിവ ചേർത്ത് നെഞ്ചോട് ചേർത്ത് ആർക്ക് വേണ്ടിയാണോ കർമ്മം ചെയ്യുന്നത് അവരുടെ മരിച്ച നാള്, പൂർണ്ണരൂപം, തറവാട്ട് പേര്, സ്ഥലപ്പേര് എന്നിവ നന്നായി സ്മരിക്കുക. കൂടാതെ ബാക്കി എല്ലാ കുടുംബ പിതൃക്കളെയും മൺമറഞ്ഞുപോയ എല്ലാ കാരണവന്മാരെയും ധ്യാനിക്കുക, ഏറ്റുപറയുക. ഓം ഗംഗണപതേ നമഃ. ഓം നമോ നാരായണായ. ഓം ശ്രീ ബ്രഹ്മദേവായ നമഃ. ഓം മഹാദേവായ നമഃ. കൊല്ലവർഷം 1201 ആണ്ട് കർക്കിടക മാസം 27-ാം തീയതിയും പൂയം നക്ഷത്രവും ആയില്യം ശ്രാദ്ധ ദിനവും അമാവാസി തിഥിയും ചേർന്ന ഈ ശുഭദിനത്തിൽ എന്റെ കുടുംബവശാൽ സ്വർഗാരോഹണം പ്രാപിച്ചു പോയ പിതൃവിനെയും എന്റെ മാതൃപിതൃ പരമ്പരകളിൽപ്പെട്ട സകല പിതൃക്കളെയും ജ്ഞാത അജ്ഞാത പിതൃക്കളെയും അഗ്നിശ്രോതാദി സകല പിതൃക്കളെയും ശ്രീ പരശുരാമസ്വാമി പാദത്തിൽ നിന്നും എന്റെ മൂർധാവിൽ നിന്നും ഈ പീഠത്തിലേക്ക് ആവാഹിച്ചിരുത്തുന്നു. മുഖത്ത് 3 പ്രാവശ്യം ഒഴിഞ്ഞുകൊണ്ട് പറയുക. ഓ ഏഹി ഏഹി ആഗസ്റ്റ ആഗസ്റ്റ സകല പിതൃക്കളെയും മമ പിതരം ദർഭാസനെ ആവാഹയാമി. എല്ലാം കൂടി ദർഭയുടെ പുറത്തോട്ട് നോക്കുക. അവിടെ തൊട്ട് തൊഴുക. പിതൃബന്ധനം സമർപ്പയാമി. കിണ്ടി ദർഭയോട് കൊടുക്കുക. ഗംഗാഭിഷേകം സമർപ്പയാമി. അടുത്ത തീർത്ഥം കൂടി ചേർത്ത് 3 പ്രാവശ്യം കൊടുക്കുക. ഗന്ധാഭിഷേകം സമർപ്പയാമി. തീർത്ഥം കൂടി ചേർത്ത് 3 പ്രാവശ്യം കൊടുക്കുക. തിലാഭിഷേകം സമർപ്പയാമി. ഒരു പൂവെടുത്ത് 1 പ്രാവശ്യം കൊടുക്കുക. കുസുമാഭിഷേകം സമർപ്പയാമി. ഒരു പൂവെടുത്ത് ഗണപതി ഭഗവാനെ നന്നായി ധ്യാനിച്ചേറ്റ് പറയുക. ഓം ശ്രീ വിഘ്നേശ്വര മാനസ സങ്കൽപ്പ പിതൃപൂജ സമർപ്പയാമി. മുമ്പോട്ട് തൊഴുതോളൂ. ഒരു പൂവെടുത്ത് ശ്രീ പരശുരാമസ്വാമി നന്നായി മനസ്സിൽ ധ്യാനിക്കുക. ഓം നമോ നാരായണായ എന്ന് പറഞ്ഞ് മുന്നോട്ട് സമർപ്പിക്കുക. അവിടെ തൊഴുക. ഒരു പൂവോട് എടുത്ത് പിതൃവിന്റെ പൂർണ്ണരൂപം മനസ്സിൽ ധ്യാനിച്ച് പൂർണ്ണരൂപം സമർപ്പയാമി എന്ന് പറഞ്ഞ് ദർഭയിലോട്ട് കൊടുക്കുക. പൂർണ്ണരൂപം സമർപ്പയാമി. ദർഭയ്ക്ക് ചുറ്റും ഒഴിഞ്ഞ് പിതൃഭ്യോ നമഃ എന്ന് പറഞ്ഞ് ദർഭയുടെ പുറത്ത് വെക്കുക. അവിടെ തൊഴുക. പിതൃഭ്യോ നമഃ.
ഒരു പൂവ് എടുക്കുക. അല്പം തീർത്ഥം കൂടി ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിതൃക്കളുടെ മോക്ഷത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കണം. ഏറ്റു പറയുക. ഓ സ്ഥാണുവേ ഋഷികേശ തവ പ്രകീർത്തക അനാദിനാനന്ദ ദേവ ശംഖുചക്രഗതാധര അക്ഷയ പുണ്ഡരീകാക്ഷ പ്രേതമുക്തി പിതൃഭവ. ദർഭയുടെ മുകളിലോട്ട് വെച്ച് തൊഴുക. പവിത്രമൂരി കിണ്ടിയുടെ വാലിൽ കോർത്തിടുക. പവിത്രമൂരി കിണ്ടിയുടെ വാലിൽ കോർത്തിടുക. ചോറിരിക്കുന്ന ഇലയിലുള്ള ചോറ് പഴമെന്ന് നന്നായി കുഴച്ച് ആ കുഴച്ചതിൽ നിന്ന് അല്പം അതേ ഇലയിൽ തന്നെ മാറ്റി വെച്ച് ബാക്കിയെല്ലാം കൂടി ഒരു ഉരുളയാക്കി ചോറിടുന്ന ഇലയിൽ തന്നെ വെക്കുക. ആ കുഴച്ചതിൽ നിന്ന് അല്പം അതേ ഇലയിൽ തന്നെ മാറ്റി വെച്ച് ബാക്കി എല്ലാം കൂടി ഒരു ഉരുളയാക്കി ചോറിരിക്കുന്ന ഇലയിൽ തന്നെ വെക്കുക. ഒന്നിലധികം ഉള്ളവര് ഒന്നിലധികം ഉരുളയിലാക്കണം. ഒന്നിലധികം സമർപ്പിക്കാനുള്ളവര് ഒന്നിലധികം ഉരുളയാക്കുക. കാൽ ഭാഗം മാറ്റി വെച്ച് ബാക്കി എല്ലാം കൂടി ഒരു ഉരുളയാക്കി ചോറിടുന്ന ഇലയിൽ തന്നെ വെക്കുക. ഒന്നിലധികം സമർപ്പിക്കാനുള്ളവര് ഒന്നിലധികം ഉള്ളവര് ആക്കി അതേ ചോറിരിക്കുന്ന ഇലയിൽ തന്നെ വെക്കാം. അമാവാസ ശ്രാദ്ധം കുറ്റങ്ങളോ കുറവുകളോ ഗുരുവനോ ജീവിച്ചിരുന്നപ്പോഴോ അതിനുശേഷമോ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ ഞാൻ ശിശുവായിരുന്നപ്പോഴോ ഗർഭസ്ഥ ശിശുവായിരുന്നപ്പോഴോ ക്ഷമിച്ച് ഈ ശ്രാദ്ധം കയ്യൽപ്പം മാറ്റി നനച്ചതിന് ശേഷം കിണ്ടിയുടെ വാലിൽ കോർത്തിരിക്കുന്ന പവിത്രമെടുത്ത് വലത് കൈയിലെ മോതിരവിരലിൽ അണിയുക. അല്പ തീർത്ഥമെടുത്ത് ദർഭയിലോട്ട് കൊടുക്കുക. ഗംഗാഭിഷേകം സമർപ്പയാ. മുട്ടൂത്തി ഇരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ മുട്ടൂത്തി ഇരിക്കാം. അല്ലാത്തവർ സാധാരണ പോലെ തന്നെ ഇരുന്ന് ഉരുളകൾ കയ്യിലെടുക്കാം. മുട്ടൂത്തി ഇരിക്കാൻ പറ്റുന്നവരുണ്ട് എന്ന് വെച്ചാൽ മുട്ടൂത്തി ഇരിക്കാം. അല്ലാത്തവർ സാധാരണ പോലെ തന്നെ ഇരുന്ന് ഉരുളകളെല്ലാം കയ്യിലെടുത്ത് അല്പ തീർത്ഥം കൂട്ടി ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിതൃവിന്റെ പൂർണ്ണരൂപം മരിച്ച നാള് തറവാട്ട് പേരിൽ നന്നായി ധ്യാനിക്കാം. കൂടാതെ ബാക്കി മൺമറഞ്ഞു പോയ എല്ലാ പിതൃക്കളെയും മനസ്സിൽ ധ്യാനിക്കാനായിട്ട് പറയുക. ഓം നമോ നാരായണായ. ഓം ശ്രീ ബ്രഹ്മദേവായ നമഃ. ഓം മഹാദേവായ നമഃ. കൊല്ലവർഷം 1201 ആണ്ട് കർക്കിടക മാസം 27 തീയതിയും പൂയ നക്ഷത്രവും ആയില്യം ശ്രാദ്ധ ദിനവും അമാവാസി തിഥിയും ചേർന്ന ഈ ശുഭദിനത്തിൽ എന്റെ കുടുംബവശാൽ സ്വർഗാരോഹണം പ്രാപിച്ചു പോയ പിതൃക്കളെ ശ്രീ പരശുരാമസ്വാമി സന്നിധിയിൽ ആവാഹിച്ചിരുത്തി അമാവാസി ശ്രാദ്ധം ക്ഷേത്രപിണ്ഡമായി യഥാവിധി ഊട്ടി തൃപ്തിപ്പെടുത്തി ശാന്തസ്വരൂപമായ പിതൃവാക്കി തീർക്കുന്നു. മുഖത്ത് 3 പ്രാവശ്യം ഒഴിഞ്ഞ് ദർഭയുടെ പുറത്തോട്ട് വെക്കുക. ക്ഷേത്രപിണ്ഡം സമർപ്പയാമി. അവിടെ തൊട്ട് വന്നിക്കുക. പിണ്ഡവന്ദനം സമർപ്പയാമി. പഴയതുപോലെ ഇരിക്കുക. മുട്ടുകുത്തി ഇരുന്നവരെ പഴയ 3 പ്രാവശ്യം കൊടുക്കുക. ഗംഗാഭിഷേകം സമർപ്പയാമി. അല്പ ചന്ദനടുത്ത് തീർത്ഥം കൂടി ചേർത്ത് 3 പ്രാവശ്യം കൊടുക്കുക. ഗംഗാഭിഷേകം സമർപ്പയാമി. അല്പ വെള്ളെടുത്ത് തീർത്ഥം കൂടി ചേർത്ത് 3 പ്രാവശ്യം കൊടുക്കുക. തിലാഭിഷേകം സമർപ്പയാമി. ഒരു പൂവെടുത്ത് 1 പ്രാവശ്യം കൊടുക്കുക. കുസുമാഭിഷേകം സമർപ്പയാമി. ഉടുത്തിരിക്കുന്ന വസ്ത്രത്തിൽ നിന്ന് ഒരു നൂലിളക്കി എടുത്ത് തീർത്ഥം തളിച്ച് ശുദ്ധമാക്കി പിതൃവിനെ പട്ടുവസ്ത്രം ഉടുപ്പിക്കുന്നു മനസ്സുകൊണ്ട് സങ്കല്പിച്ച് താഴേന്ന് മേലോട്ട് കൊടുക്കുക. പട്ടുവസ്ത്രാലങ്കാരം സമർപ്പയാമി.
ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരെ പിതൃവിനെ പട്ടുടുപ്പിക്കുന്നത് മനസ്സുകൊണ്ട് സങ്കല്പിച്ച് താഴേന്ന് മേലോട്ട് കൊടുക്കുക. പട്ടുവസ്ത്രാലങ്കാരം സമർപ്പയാമി. അവിടെ തൊട്ടു വന്ദിക്കാം. പിതൃപാദ വന്ദനം സമർപ്പയാമി. കർക്കിടക മാസം 27-ാം തീയതി ചോറിടുന്ന ഇലയിൽ നേരത്തെ മാറ്റിവെക്കാൻ പറഞ്ഞ ചോറെല്ലാം എടുക്കാം. ചോറിടുന്ന ഇലയിൽ നേരത്തെ മാറ്റി വെക്കാൻ പറഞ്ഞിരുന്ന ചോറ് എടുക്കുക. അല്പം തീർത്ഥം കൂടി ചേർത്ത് നെഞ്ചോട് ചേർത്ത് എല്ലാ കുടുംബ പിതൃക്കളെയും മറഞ്ഞുപോയ കാരണവന്മാരെയും നന്നായി മനസ്സിൽ ധ്യാനിക്കുക. നെഞ്ചോട് ചേർത്ത് ബാക്കിയുള്ള എല്ലാ കുടുംബ പിതൃക്കളെയും നന്നായിട്ട് മനസ്സിൽ ധ്യാനിച്ച് പറയാം. എന്റെ കുടുംബവശാൽ സ്വർഗാരോഹണം പ്രാപിച്ചു പോയ സകല പിതൃക്കളെയും ബലി തൂകി തൃപ്തിപ്പെടുത്തുന്നു. പിണ്ടത്തിന് ചുറ്റും അപ്രദക്ഷിണമായി 3 പ്രാവശ്യം വരത്തക്ക വിധം പൊടിച്ച് വിതറിയിടുക. പൊടിച്ച് വിതറിയിടുക. അപ്രദക്ഷിണമായി 3 പ്രാവശ്യം വരത്തക്ക വിധം പിണ്ടത്തിന് ചുറ്റുമായി പൊടിച്ചു വിതറിയിടുക. അല്പ തീർത്ഥമെടുത്ത് ഉരുളയ്ക്ക് ചുറ്റുമായി കൊടുക്കുക. മാതൃമാത മഹജലം സമർപ്പയാമി. അല്പം കൂടി തീർത്ഥമെടുത്ത് 1 പ്രാവശ്യം കൂടി കൊടുക്കുക. പിതൃപിതാമഹജലം സമർപ്പയാമി. 1 പ്രാവശ്യം കൂടി കൊടുക്കുക. അഗ്നിസ്രോതാദി സകല പിതൃക്കൾക്കും ജലം സമർപ്പയാമി. അല്പം തീർത്ഥമെടുത്ത് താഴേന്ന് മേലോട്ട് കൊടുക്കുക. പാദാദികേശം ജലം സമർപ്പയാമി. അല്പം തീർത്ഥമെടുത്ത് മേലേന്ന് താഴോട്ട് കൊടുക്കുക. കേശാദിപാദം ജലം സമർപ്പയാമി. കാത് രണ്ടും പിടിച്ച് കുടുംബ പിതൃക്കളെ നന്നായിട്ട് മനസ്സിലാക്കിച്ച് ഏറ്റു പറയുക. കുടുംബ പിതൃക്കളുടെ പതാര യുദ്ധത്തിങ്കൽ സമസ്താപരാധം അമാവാസി ശ്രാദ്ധത്തിങ്കൽ മനസ വാച കർമ്മണ വന്ന സകല തെറ്റുകൾക്കും സർവപ്രായശ്ചിത്തം സമർപ്പയാമി. സകല തെറ്റുകളും പുറത്ത് എന്റെ ഈ എളിയ ശ്രാദ്ധം സ്വീകരിച്ച് എന്നെയും എന്റെ സന്തതി പരമ്പരകളെയും അനുഗ്രഹിക്കണമേ. പിതൃശാപത്തിൽ നിന്നും പിതൃകോപത്തിൽ നിന്നും എനിക്കും എന്റെ സന്തതി പരമ്പരകൾക്കും മുക്തി നൽകണമേ. അവിടെ നമസ്കരിക്കാൻ പറ്റുന്നവര് നമസ്കരിക്കുക, അല്ലാത്തവര് തറതൊട്ട് വന്ദിക്കുക. നമസ്കാരം പൂർത്തിയായ പഴയതുപോലെ ഇരിക്കുക. പവിത്രമോരി പൂവിരിക്കുന്ന ഇലയിലോട്ട് വെക്കുക. നേരത്തെ ചോറിരുന്ന ഇലയെടുത്ത് പിണ്ടത്തെ മൂടുക. നേരത്തെ ചോറിരുന്ന ഇലയെടുത്ത് പിണ്ടത്തെ മൂടുക. അല്പം ദീർഘമെടുത്ത് അതിന്റെ മുകളിലായിട്ട് തളിക്കാം. ആ മൂടിയിരിക്കുന്ന ഇല നിവർത്തുക. അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ചോറെടുത്ത് മണപ്പിച്ച് പുറകോട്ട് കളയുക. ഘ്രാണഭക്ഷണം സമർപ്പയാമി. കൈ നനച്ച് പൂവിരിക്കുന്ന ഇലയിലുള്ള പവിത്രം വലത് കൈയിലെ മോതിരവിരലിൽ അണിയുക. മാത്രം മാറ്റിവെച്ച് ബാക്കി പൂക്കളും വെള്ളി ചന്ദനം എന്നിവ ചേർത്തെടുക്കുക. പൂവിരിക്കുന്ന ഇലയിൽ ഇനി ഒരു പൂവ് മാത്രം ബാക്കി വെച്ചാൽ മതി. ബാക്കി ചന്ദനം, പൂവ്, എള്ള്, അല്പ തീർത്ഥം കൂട്ടി ചേർത്ത് നെഞ്ചോട് ചേർത്ത് ഏറ്റു പറയുക. ഓം നമോ നാരായണായ. ഓം ശ്രീ ബ്രഹ്മദേവായ നമഃ. ഓം മഹാദേവായ നമഃ. എന്റെ കുടുംബവശാൽ സ്വർഗാരോഹണം പ്രാപിച്ചു പോയ സകല പിതൃക്കളെയും ശ്രീ പരശുരാമസ്വാമി സന്നിധിയിൽ ആവാഹിച്ചിരുത്തി അമാവാസി ശ്രാദ്ധം ക്ഷേത്രപിണ്ഡമായി യഥാവിധി കൂട്ടി തൃപ്തിപ്പെടുത്തി ശാന്തസ്വരൂപമായ പിതൃവാക്കി തീർത്ത് ഈ പീഠത്തിൽ നിന്നും
ശ്രീ പരശുരാമസ്വാമി പാതേ ഉദ്വാസയാമി. ഉരുളയ്ക്ക് ചുറ്റും ഒഴിഞ്ഞുകൊണ്ട് പറയുക, ഓം ഏകി ഏകി ഉത്തിഷ്ഠ ഉത്തിഷ്ഠ. സകല പിതൃക്കളെയും ശ്രീ പരശുരാമസ്വാമി പാതേ ഉദ്വാസയാമി. എല്ലാം കൂടി ഉരുളയുടെ പുറത്തോട്ട് വെക്കാം. പൂവിരിക്കുന്ന ഇലയില് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പൂവെടുത്ത് ശ്രീ പരശുരാമസ്വാമിയെ നന്നായി ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ടിട്ട് കൊടുക്കുക. ഓം നമോ നാരായണായ. അവിടെ തൊഴുതോളൂ. പവിത്ര മോരി കെട്ടഴിച്ച് പൂവിരുന്ന ഇലയിലോട്ട് വെക്കുക. പവിത്ര മോരി കെട്ടഴിച്ച് പൂവിരുന്ന ഇലയിലോട്ട് വെക്കുക. എടുത്ത് വെക്കാം. ബാക്കി എല്ലാം കൂടി ചോറിരുന്ന ഇലയിലോട്ട് വാരിയെടുത്ത് നമ്മൾ സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രവെണ്ണം മറ്റുള്ളവർ ചവിട്ടിയ ശുദ്ധിയാവാതിരിക്കാൻ കിട്ടാവുന്നത്ര വാരിയെടുക്കുക. എന്നിട്ട് രണ്ടിലയും കൂടി ചേർത്ത് കയ്യിലെടുത്ത് പുറത്തിറങ്ങി ബലിമണ്ഡപങ്ങളിൽ സമർപ്പിച്ച് ആറ്റിലിറങ്ങി കൈകാൽ കഴുകിയതിനോ കുളിച്ചതിനു ശേഷം ഇവിടെ വന്ന് ഭസ്മം തൊട്ട് അകത്ത് കയറി തൊഴുതു വരിക. കിണ്ടി ആരും എടുക്കേണ്ടതില്ല. കിണ്ടി അവിടെ തന്നെ വെച്ചാൽ മതി. നമ്മൾ സമർപ്പിച്ച ക്ഷേത്രപിണ്ഡം മറ്റുള്ളവരുടെ ദേഹത്തൊന്നും ആവാതെ സമർപ്പിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. തറയിൽ വീണു പുറത്തിറങ്ങി ബലിമണ്ഡപങ്ങളിൽ സമർപ്പിച്ച് വഴിയിൽ നിൽക്കുന്നവരൊന്ന് അല്പം മാറിക്കൊടുക്കണേ. ബലിയിട്ട് വരുന്നവരുടെ നമ്മുടെ ദേഹത്തൊക്കെ അയക്കഴിഞ്ഞാൽ ശുദ്ധിയാവും. പിന്നെ ആദ്യം കുളിച്ചിട്ട് വന്നാലേ പിന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് അവർക്ക് പോകാനുള്ള വഴി ഒന്ന് കൊടുക്കണേ. ബലികർമ്മം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൻ്റെ ഈ കടവിലാണ് വന്ന് കുളിക്കാറ്. കടവിലിറങ്ങി ആരും കുളിക്കാറില്ല. അവിടെ പൈപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേ കുളിക്കാൻ പറ്റുകയുള്ളൂ. നല്ല തിരക്കുണ്ടായിരുന്നു. ബലി ഇട്ടതിന് ശേഷം അമ്പലത്തിൽ കയറാനും വലിയ ക്യൂ ആണ്. എന്നാലും 10 മിനിറ്റൊക്കെ നിന്ന് കഴിഞ്ഞാൽ തൊഴാൻ സാധിക്കും. റോഡ് സൈഡൊക്കെ ചെറിയ ചെറിയ കച്ചവടങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ആളുകൾ വരുന്നതുകൊണ്ട് കളിപ്പാട്ടങ്ങളും തോർത്തുകളും ഒക്കെ റോഡിൻ്റെ ഇരുവശത്തുണ്ട്. KSRTC കിഴക്കേക്കോട്ടയിൽ നിന്നും തമ്പാനൂരിൽ നിന്നും ഒട്ടനവധി സർവീസുകൾ തിരുവല്ലത്തേക്ക് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ബസ്സിൽ വരുന്നവർക്കും ബലികർമ്മത്തിന് വരാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല.